നമ്മുടെ സന്താന പരിപാലനത്തെക്കുറിച്ചും പുതുതലമുറയുടെ തർബിയത്തിനെ കുറിച്ചുമാണ് ഇന്ന് സംസാരിക്കുന്നത്. അധ്യാപകനെതിരെ കൊലവിളി നടത്തുന്ന ഒരു വിദ്യാർത്ഥിയുടെ വീഡിയോയും ട്യൂമർ രോഗിയായ മാതാവിനെ കൊലപ്പെടുത്തിയ യുവാവിൻ്റെ വാർത്തകളെല്ലാമാണ് ഇന്ന് നാം കണ്ടും കേട്ടും കൊണ്ടിരിക്കുന്നത്. ലഹരിയുടെയും മയക്കുമരുന്നിൻ്റെയും വ്യാപനവും ഈ അക്രമങ്ങൾക്കും ക്രൂരതകൾക്കും പ്രേരണയായിട്ട് മാറുന്നുണ്ട്. ഇവിടെ അച്ചടക്കവും സാമൂഹിക ബോധവുമുള്ള തലമുറകളെ വളർത്തിയെടുക്കുന്നതിനെ സംബന്ധിച്ച് നാം നല്ലതുപോലെ ബോധമുള്ളവരാകണം. സന്താനങ്ങൾ നശിച്ചു പോകുമ്പോൾ നിഷ്ക്രിയനായി നോക്കി നിൽക്കുന്നവനല്ല ഒരു യഥാർത്ഥ രക്ഷിതാവെന്ന് പറയുന്നത്. അതാണ് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു നമ്മെ അറിയിക്കുന്നത്. ഞാൻ പ്രാരംഭത്തിൽ ഓതിവെച്ച ഖുർആനിലെ വചനത്തിൽ അള്ളാഹു പറയാണ്, യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ. സത്യവിശ്വാസികളെ, നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നരകത്തിൽ നിന്ന് കാത്തുകൊള്ളിൻ. വഖൂദുഹന്നാസു വൽ ഹിജാറ. നരകത്തിന്റെ ഇന്ധനം മനുഷ്യരും കല്ലുകളുമാണ്. അലൈഹാ മലായികത്തുൻ ഗിലാദുൻ ശിദാദുൻ. ആ നരകത്തിന് കാവൽക്കാരായി പരുക്കന്മാരായ കഠിന സ്വഭാവക്കാരായ ചില മലക്കുകളാണുള്ളത്. ലാ യഅസൂനല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുഅ്മറൂൻ. അല്ലാഹു കൽപ്പിച്ചതിനെതിരായിട്ടൊന്നും ചെയ്യാത്ത, അല്ലാഹു കൽപ്പിച്ചത് മാത്രം പ്രാവർത്തികമാക്കുന്ന, അതോടൊപ്പം പരുക്കന്മാരും കഠിന സ്വഭാവക്കാരുമായ മലക്കുകൾ കാവൽ നിൽക്കുന്ന നരകം. ആ നരകത്തിൽ നിന്ന് നിങ്ങളെ മാത്രം രക്ഷിച്ചാൽ പോരാ, നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങളുടെ ഭാര്യ സന്താനങ്ങളെയും നല്ലതുപോലെ നിങ്ങൾ കാത്തു സൂക്ഷിച്ചു കൊള്ളിൻ എന്ന് അല്ലാഹു തആല അവന്റെ ഗ്രന്ഥത്തിലൂടെ സൂറത്തു തഹ്രീമിലൂടെ നമ്മെ അറിയിക്കുകയാണ്. സഹോദരങ്ങളെ, സഹോദരിമാരെ, പല രൂപത്തിലുള്ള വീഡിയോകളും നമ്മുടെ മുമ്പിൽ വരുമ്പോൾ എല്ലാ കുട്ടികളും നശിച്ചു പോയിരിക്കുന്നു, എല്ലാ ചെറുപ്പക്കാരും നശിച്ചു പോയിരിക്കുന്നു എന്നൊന്നും നമ്മൾ വിചാരിക്കണ്ട. ഒരുപക്ഷെ അത് ഒറ്റപ്പെട്ട ചില സംഭവങ്ങളായിരിക്കും. പക്ഷേ എന്നാൽ പോലും കറക്റ്റ് ചെയ്ത് മുന്നോട്ട് പോവാൻ നമുക്ക് ബാധ്യതയുണ്ട് എന്നുള്ളതാണ്. പുതിയ കാലത്ത് കൗമാരക്കാരെയും അതുപോലെ യുവാക്കളെയും നമ്മൾ ന്യൂ ജനറേഷൻ എന്ന് പറഞ്ഞുകൊണ്ടാണ്, ന്യൂജൻ എന്ന ചുരുക്കപ്പേരിലാണ് നമ്മൾ പരിചയപ്പെടുത്താറുള്ളത്. ഞാൻ സൂചിപ്പിച്ചതുപോലെ ചില ഒറ്റപ്പെട്ട സംഭവങ്ങളുടെ പേരിൽ ന്യൂ ജനറേഷനെ എല്ലാ അർത്ഥത്തിലും നശിച്ചുപോയി എന്ന് വിലയിരുത്തുന്നതിൽ അർത്ഥമില്ല. നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ പേടിപ്പെടുത്തുന്ന ഭയാനകമായ 2 പ്രളയങ്ങൾ ഉണ്ടായ ഘട്ടത്തിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ മുൻപന്തിയിൽ നിന്നുകൊണ്ട് യുവാക്കളും അതുപോലെ തന്നെ വിദ്യാർത്ഥികളും ധാരാളം സേവന പ്രവർത്തനങ്ങൾ നിർവഹിച്ചതായി നിങ്ങൾ ഇന്നും ഓർക്കുന്നുണ്ടാവും. നമ്മുടെ വിദ്യാർത്ഥികളുടെ, നമ്മുടെ ചെറുപ്പക്കാരുടെ നന്മയാണ് അത് വിളിച്ചറിയിക്കുന്നത്. ഇപ്പോഴും നമ്മുടെ പല പ്രദേശങ്ങളും എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ അവിടങ്ങളിൽ ചില വ്യക്തികൾക്ക്, കുടുംബങ്ങളിലെ ചില വ്യക്തികൾക്ക് വലിയ മാരകമായ രോഗം ബാധിക്കുമ്പോൾ, അതല്ലെങ്കിൽ സാമ്പത്തികമായി അങ്ങേയറ്റം തളർന്നു പോകുമ്പോൾ അവരുടെ നില മെച്ചപ്പെടുത്താൻ വേണ്ടിയുള്ള ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ, അതുപോലെ തന്നെ ധനശേഖരണ പ്രവർത്തനങ്ങളിലെല്ലാം തന്നെ നമ്മുടെ ചെറുപ്പക്കാരുടെ ധാരാളം കൂട്ടായ്മകൾ, ഇപ്പറയുന്ന ന്യൂ ജനറേഷന്റെ ധാരാളം കൂട്ടായ്മകൾ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ചെറുപ്പക്കാരിൽ ഒരുപാട് നന്മകളുണ്ട്. ആ നന്മകളെ പരിപോഷിപ്പിക്കുകയും കാലഘട്ടത്തിന്റെ ജീർണതകളിൽ നിന്നും അവർക്ക് രക്ഷപ്പെടാൻ ആവശ്യമായ രീതിയിലുള്ള ഉപദേശ നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യുക എന്നതാണ് രക്ഷിതാക്കളുടെ ചുമതല എന്ന് പറയുന്നത്. പക്ഷേ അതൊരു മതപ്രഭാഷകന്റെയോ
ഒരു ഗിരിപ്രഭാഷകന്റെയോ ശൈലിയിൽ നിന്നുകൊണ്ട് നിർവഹിക്കേണ്ടുന്ന ഉപദേശമല്ല. നമ്മുടെ മക്കളെ, ചെറുപ്പക്കാരെ, കൗമാരക്കാരെ നമ്മുടെ നെഞ്ചോട് ചേർത്തി നിർത്തിക്കൊണ്ട് പൊന്നുമോനെ എന്ന് തുടങ്ങുന്ന രീതിയിലുള്ള ഉപദേശങ്ങൾ, അവരെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആത്മസുഹൃത്തുക്കളായി കണ്ടുകൊണ്ട് നൽകുന്ന ഉപദേശങ്ങൾ, അവർക്ക് തന്നെ തോന്നണം എൻ്റെ രക്ഷിതാവാണ്, എൻ്റെ പിതാവാണ്, എൻ്റെ ജീവിതത്തിലെ എൻ്റെ ഏറ്റവും വലിയ ആത്മസുഹൃത്ത് എന്ന് അവർക്ക് ബോധ്യപ്പെടുന്ന രീതിയിലുള്ള ഉപദേശ നിർദ്ദേശങ്ങൾ ധാരാളമായിട്ട് ഖുർആൻ പരിചയപ്പെടുത്തുന്നുണ്ട്. അത്തരം ഉപദേശ നിർദ്ദേശങ്ങളാണ് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം മാതൃകയായിട്ടുള്ളത്. ഖുർആനിൽ ലുക്മാൻ എന്ന് പറയുന്ന ഒരു അധ്യായമുണ്ട്. മഹാനായ ദാർശനികനും തത്വചിന്തകനും സാത്വികനുമായ ഒരു വലിയ മനുഷ്യൻ, അദ്ദേഹം മകന് നൽകുന്ന ധാരാളം ഉപദേശങ്ങൾ, അദ്ദേഹം സ്വന്തം പുത്രന് നൽകുന്ന ധാരാളം ഉപദേശങ്ങൾ സൂറത്തുൽ ലുക്മാനിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. പൊന്നുമോനെ എന്ന് വിളിച്ചുകൊണ്ടാണ് ഉപദേശിക്കുന്നത്. وَإِذْ قَالَ لُقْمَانُ لِابْنِهِ يَا بُنَيَّ لَا تُشْرِكْ بِاللَّهِ إِنَّ الشِّرْكَ لَظُلْمٌ عَظِيمٌ. ലുഖ്മാൻ അലൈഹിസ്സലാം സ്വന്തം മകനോട് പറഞ്ഞ സന്ദർഭം നിങ്ങൾ ഓർക്കണം. യാ ബുനയ്യ, പൊന്നുമോനെ. നെഞ്ചോട് ചേർത്ത് നിർത്തിക്കൊണ്ട് പറയാണ് പൊന്നുമോനെ. ആ വിളിക്ക് വല്ലാത്തൊരു വാത്സല്യമുണ്ട്, ആ വിളിക്ക് വല്ലാത്തൊരു വിനയമുണ്ട്, ആ വിളിക്ക് വല്ലാത്തൊരു സ്നേഹമുണ്ട്. അങ്ങനെ സ്നേഹമസ്രണമായ വിളിയോടുകൂടിയുള്ള ഉപദേശം. യാ ബുനയ്യ ലാ തുശ്രിക് ബില്ലാഹ്. ഒരു വിശ്വാസി ജീവിതത്തിൽ ഏറ്റവും ജാഗ്രത പാലിക്കേണ്ടുന്ന മഹാപാപത്തെ സംബന്ധിച്ച് ഉണർത്തിക്കൊണ്ടാണ് തുടങ്ങുന്നത്. അല്ലാഹുവിൽ നീ പങ്കു ചേർക്കരുത്. ഇന്ന ശിർക ലദുൽമുൻ അളീം. നിശ്ചയം അല്ലാഹുവിൽ പങ്കു ചേർക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയ അക്രമമാണ്, വലിയ പാതകമാണ്. അങ്ങനെയാണ് ലുഖ്മാൻ അലൈഹിസ്സലാമയുടെ ഉപദേശം തുടങ്ങുന്നത്. ഷിർക്കിന്റെ ഗൗരവം നല്ലതുപോലെ ബോധ്യപ്പെടുത്തിയതിനു ശേഷം ലുഖ്മാൻ അലൈഹിസ്സലാം അതേ ശൈലിയിൽ തന്നെ പൊന്നുമോനെ എന്ന് വിളിച്ചുകൊണ്ട് അള്ളാഹുവിനെ പരിചയപ്പെടുത്തുകയാണ്. അള്ളാഹുവിന്റെ കഴിവും അള്ളാഹുവിന്റെ ശക്തിയും അപാരമാണ്. അള്ളാഹുവിനെ പരിചയപ്പെടുത്തുകയാണ് ലുഖ്മാൻ അലൈഹിസ്സലാം. യാ ബുനയ്യ ഇന്നഹാ ഇൻ തകു മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദലിൻ ഫതകുൻ ഫീ സുഖറത്തിൻ ഔ ഫിസ് സമാവാതി ഔ ഫിൽ അർളി യഅതി ബിഹല്ലാഹ്. പൊന്നുമോനെ, ഒരു കടുകമണിയോളം പോകുന്ന ഒരു വസ്തു, അണുമണി തൂക്കം, ഏതെങ്കിലും ഒരു പാറക്കല്ലിനിടയിലാണ്, അതല്ലെങ്കിൽ ആകാശങ്ങളിൽ എവിടെയോ ആണ്, അതല്ലെങ്കിൽ ഭൂമിയിൽ എവിടെയോ ആണ്. അതെവിടെയാണെങ്കിലും അള്ളാഹുവിന് അറിയും, അള്ളാഹു അത് കൊണ്ടുവരും. അള്ളാഹുവിന്റെ ജ്ഞാനത്തിനും അള്ളാഹുവിന്റെ അറിവിനും പരിധിയില്ല. പരിധിയും പരിമിതിയുമില്ലാത്ത ജ്ഞാനത്തിന്റെ ഉടമയാണ്. കടുകുമണിയോളമുള്ള ഒരു വസ്തു എവിടെയെങ്കിലും ആരെങ്കിലും ഒളിപ്പിച്ചു വെച്ചാലും പടച്ചതമ്പുരാൻ അതറിയും. യഅലമു ഖായിനത്തൽ അയുനി വമാ തുഖ്ഫി സുദൂർ. കണ്ണിന്റെ കട്ടുനോട്ടവും ഹൃദയാന്തരാളങ്ങളിൽ ഒളിപ്പിച്ചു വെക്കുന്നതും അല്ലാഹു അറിയും. വമാ തുസ്ഖിതു മിൻ ബറകത്തിൻ ഇല്ലാ ഹുവ യഅലമുഹാ. ഭൂമിയിൽ ഒരു ഇല പോലും കൊഴിയുന്നില്ല അല്ലാഹു അറിയാതെ. അല്ലാഹുവിന്റെ അറിവിന്റെ ആഴം അത് അപാരമാണ്. അതിനെ പരിധി നിശ്ചയിക്കാൻ ആർക്കും സാധ്യമല്ലെന്ന് ലുഖ്മാൻ അലൈഹിസ്സലാം സ്വന്തം മകന് പറഞ്ഞു കൊടുക്കുകയാണ്. ഇന്നല്ലാഹ ലതീഫുൻ ഖബീർ. നിശ്ചയം അല്ലാഹു തആല നിഗൂഢജ്ഞാനിയും സൂക്ഷ്മജ്ഞാനിയുമാണ്. പിന്നെയും പൊന്നുമോനെ എന്ന് വിളിക്കുകയാണ്. യാ ബുനയ്യ അഖിമിസ് സ്വലാത വഅ്മുറു ബിൽ മഅറൂഫി വൻഹാ അനിൽ മുൻകർ. പൊന്നുമോനെ, നീ നമസ്കാരം നിർവഹിക്കണം, നന്മ കൽപ്പിക്കണം, തിന്മയിൽ നിന്ന് ആളുകളെ തടയണം. വസ്ബിർ അലാ മാ അസ്വാബക ഇന്ന ദാലിക മിൻ അസ്മിൽ ഉമൂർ. സംഭവിച്ചു പോയ ദുരിതങ്ങളിൽ നീ ക്ഷമിക്കണം. നിശ്ചയം ക്ഷമയെന്ന് പറയുന്നത് നിശ്ചയദാർഢ്യമുള്ള കാര്യങ്ങളിൽ പെട്ടതാണ്. വലാ തുസഇർ ഖദ്ദക ലിന്നാസി വലാ തംശി ഫിൽ അർളി മർഹാ. നീ ജനങ്ങളുടെ നേർക്ക് പുച്ഛഭാവത്തോടു കൂടി നോക്കരുത്.
ജനങ്ങളുടെ നേർക്ക് നിന്റെ കവിളനെ നീ ചുളിപ്പിച്ചു കളയരുത്. ഭൂമിയിൽ അഹങ്കാരത്തോടുകൂടി നീ നടക്കുകയും ചെയ്യരുത്. ഇന്നല്ലാഹ ലാ യുഹിബ്ബു കുല്ല മുഖ്താലിൻ ഫഖൂർ. നിശ്ചയം അല്ലാഹു തആല പൊങ്ങച്ചക്കാരും ദുരഭിമാനികളുമായ ആളുകളെ ഇഷ്ടപ്പെടുകയില്ല. പൊന്നുമോന്റെ നടത്തം എങ്ങനെയാവണം, അവന്റെ നോട്ടം എങ്ങനെയാവണം, എല്ലാം പഠിപ്പിച്ചു കൊടുക്കുകയാണ് ലുഖ്മാൻ അലൈഹിസ്സലാം. വഖസ്ദ് ഫീ മശീക വഗ്ളുദ് മിൻ സൗതിക് ഇന്ന അൻകറൽ അസ്വാതി ലസൗതുൽ ഹമീർ. നിന്റെ നടത്തത്തിൽ നീ മിതത്വം പാലിക്കണം. നിന്റെ ശബ്ദം നീ താഴ്ത്തി സംസാരിക്കണം. നിശ്ചയം ഏറ്റവും മോശമായ ശബ്ദം എന്ന് പറയുന്നത് കഴുതയുടെ ശബ്ദമാണ്. നിന്റെ ശബ്ദം എങ്ങനെയാവണം, നിന്റെ നടത്തം എങ്ങനെയാവണം, നിന്റെ ഇരുത്തം എങ്ങനെയാവണം, നിന്റെ ജനങ്ങളോടുള്ള പെരുമാറ്റം എങ്ങനെയാവണം, എല്ലാം പറഞ്ഞു കൊടുക്കുകയാണ്. യാ ബുനയ്യ, പൊന്നുമോനെ എന്ന് വിളിച്ചുകൊണ്ടാണ്. അത്തരം ഉപദേശങ്ങൾ എല്ലാ കാലത്തേക്കും പ്രസക്തമായ ഇപ്പറഞ്ഞ രീതിയിലുള്ള ഉപദേശങ്ങൾ രക്ഷിതാക്കൾ എന്ന രീതിയിൽ, രക്ഷിതാക്കൾ എന്ന അർത്ഥത്തിൽ നമ്മുടെ എല്ലാവരുടെയും ഭാഗത്ത് നിന്നുണ്ടാവണം. പൊതുവായിട്ടുള്ള ഉപദേശങ്ങളാണ്. പക്ഷേ ഇത് മാത്രം പോരാ. നമ്മുടെ കുഞ്ഞുങ്ങൾ ഇന്ന് ഏറ്റവും ആധുനികമായ ഡിജിറ്റൽ ലോകത്താണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. വിവരസാങ്കേതിക വിദ്യയുടെ അത്യാധുനികമായ കാലത്താണ് നമ്മുടെ കുഞ്ഞുങ്ങൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഡിജിറ്റൽ ലോകത്ത് വിഹരിക്കുന്ന പുതുതലമുറയിൽ ചിലർക്കെങ്കിലും ഓഫ്ലൈൻ ലോകവുമായുള്ള ബന്ധം വളരെ കുറവാണ്. എല്ലാവരെ സംബന്ധിച്ചുമല്ല പറയുന്നത്. ആളുകളോട് എങ്ങനെ പെരുമാറണം, അവരോട് എങ്ങനെ സംസാരിക്കണം, ഇടപഴകണം എന്ന് പലപ്പോഴും പല കുഞ്ഞുങ്ങൾക്കും അറിയാതെ പോകുന്നു എന്നുള്ളതാണ്. അത്തരക്കാരിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ ഉൾപ്പെടാൻ പാടില്ല. അതിനാവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ കൂടി കുഞ്ഞുങ്ങൾക്ക് പകർന്നു നൽകാൻ നമുക്ക് സാധ്യമാവേണ്ടതുണ്ട്. കുവൈത്തിലെ പ്രസിദ്ധനായ ഗ്രന്ഥകാരനും കൗൺസിലറും പണ്ഡിതനുമെല്ലാമായ ജാസിമുൽ മുത്തവ്വയുടെ ധാരാളം ലേഖനങ്ങളും ഗ്രന്ഥങ്ങളുമെല്ലാം സഹോദരങ്ങളിൽ ചിലരെങ്കിലും വായിച്ചിട്ടുണ്ടാവും. അദ്ദേഹം പറയുന്നുണ്ട്, ഡിജിറ്റൽ ലോകത്ത് ജീവിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് നൽകേണ്ടുന്ന, മക്കൾക്ക് നൽകേണ്ടുന്ന മാർഗനിർദ്ദേശങ്ങൾ, ഓൺലൈനിൽ പാലിക്കേണ്ടുന്ന ജാഗ്രതയും കുഞ്ഞുങ്ങൾക്ക് പകർന്നു കൊടുക്കണം. എന്തെല്ലാം ഗൈഡ് ലൈൻസ് ആണ്, എന്തെല്ലാം മാർഗനിർദ്ദേശങ്ങളാണ് പറഞ്ഞു കൊടുക്കേണ്ടത്? ചുരുക്കി 5 കാര്യങ്ങൾ അദ്ദേഹം പറയുകയാണ്. 5 കാര്യങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് മാർഗനിർദ്ദേശമായി നിങ്ങൾ വിശേഷിച്ചും ഡിജിറ്റൽ ലോകത്ത് ജീവിക്കുന്ന നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നൽകണം എന്നാണ് ജാസിമുൽ മുത്തവ്വ പറയുന്നത്. ഒന്നാമത്തെ കാര്യം സമയക്രമീകരണം കുട്ടികളെ ശീലിപ്പിക്കുക എന്നുള്ളതാണ്. സമയം പാലിക്കുക എന്ന് പറഞ്ഞാൽ ഏത് കാലത്തും എല്ലാ സമൂഹത്തിലും പ്രധാനമായ കാര്യമാണ്. പക്ഷേ ഡിജിറ്റൽ ലോകത്ത് സമയം പോകുന്നത് മനുഷ്യൻ അറിയുന്നില്ല എന്നുള്ളതാണ്. ഉറങ്ങാൻ പോലും സമയം കിട്ടുന്നില്ല എന്ന് ചിലർ പറയാറുണ്ട്. കാരണം ഇതൊന്നു നോക്കി വീണ്ടും അടുത്തത് നോക്കി അടുത്തത് നോക്കി അങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കുന്ന മനുഷ്യൻ, അവന് ഉറങ്ങാൻ പോലും സമയം കിട്ടാത്ത ഒരവസ്ഥ ഉണ്ടാകുന്നുണ്ട് പലരെ സംബന്ധിച്ചിടത്തോളവും. ഡിജിറ്റൽ ലോകം എന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ വളരെ സുപ്രധാനമായ സമയത്തെ ധാരാളം പാഴാക്കി കളയുന്നതാണ്. നമ്മുടെ കുഞ്ഞുങ്ങളുടെ സമയത്തെയും പാഴാക്കി കളയുന്നതാണ്. പൂർണ്ണമായും വിവരസാങ്കേതിക വിദ്യയിൽ നിന്ന് അകന്നുകൊണ്ട് ഡിജിറ്റൽ ലോകത്ത് നിന്ന് നമ്മുടെ കുഞ്ഞുങ്ങളെ പൂർണ്ണമായും അകറ്റിക്കൊണ്ട് ജീവിക്കുക എന്ന് പറഞ്ഞാൽ അത് സാധ്യമായ ഒരു കാര്യമല്ല. എന്ന് വച്ച് ഓൺലൈനിൽ തള്ളി നീക്കാനുള്ളതല്ല നമ്മുടെ കുഞ്ഞുങ്ങളുടെ മുഴു സമയവും എന്ന് പറയുന്നത്. സമയത്തിന് വലിയ പ്രാധാന്യമുണ്ട്. നിഅമത്താനി മഖബൂനൻ ഫീഹിമാ കസീറും മിനൻ നാസ് അസ്ഹഹതു വൽ ഫറാഗ്. 2 അനുഗ്രഹങ്ങൾ, ആ 2 അനുഗ്രഹങ്ങളെ പ്രയോജനപ്പെടുത്തുന്നിടത്ത് അധിക ആളുകളും നഷ്ടകാരികളാണ്. ഒന്ന് ആരോഗ്യമാണ്, രണ്ടാമത്തേത് ഒഴിവ് സമയമാണ്. സമയത്തെ പോസിറ്റീവായിട്ട് പ്രയോജനപ്പെടുത്തുന്നിടത്ത് അധിക ആളുകളും പരാജിതരാണെന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ. അതുകൊണ്ട് സമയം ക്രമീകരിക്കാൻ നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം. ആരാധനകൾക്ക് കൃത്യമായ സമയം, നിർബന്ധവും ഐച്ഛികവുമായിട്ടുള്ള ആരാധനാകർമ്മങ്ങൾക്ക് കൃത്യമായ സമയം ഉണ്ടാവണം. പത്രവായനയ്ക്ക് സമയം ഉണ്ടാവണം. പഠനം
ഡിജിറ്റൽ മേഖലയിലാണ് ധാരാളമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അതോടൊപ്പം തന്നെ ഡിജിറ്റൽ മേഖലയെ വിനോദത്തിന് വേണ്ടി കൂടി ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ആരാധന, അതുപോലെ തന്നെ പത്രവായന, അതുപോലെ തന്നെ പഠനം, അതോടൊപ്പം മൊബൈൽ സമയം ഉപയോഗിക്കാൻ, മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ ഒരു കൃത്യമായിട്ടുള്ള സമയം പഠനത്തിന് ഉപയോഗിക്കുന്നുണ്ടാവും. അതിന് പുറമെ മറ്റു വിനോദങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിനൊരു സമയം എന്നുള്ളതാണ്. ഒരു കൃത്യമായിട്ടുള്ള സമയം നിശ്ചയിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അനുവദനീയമായ വിനോദങ്ങളെ അവിടെ കാണാനും പാടുള്ളൂ എന്നതിനെ സംബന്ധിച്ചും കൂടുതൽ ജാഗ്രത രക്ഷിതാക്കൾ മക്കൾക്ക് പകർന്നു കൊടുക്കണം എന്നുള്ളതാണ്. അങ്ങനെ ഒരു സമയനിഷ്ഠ കൃത്യപ്പെടുത്തുന്നതിലൂടെ കുഞ്ഞുങ്ങളുടെ സ്വഭാവത്തിൽ സ്വാഭാവികമായിട്ടുള്ള ഒരു ചിട്ട രൂപപ്പെടും. അതല്ലെങ്കിൽ പിന്നെ ഒരു ചിട്ടയും ജീവിതത്തിൽ ഉണ്ടാവില്ല എന്നുള്ളതാണ്. ഒരു ക്രമവും ജീവിതത്തിൽ ഉണ്ടാവില്ല. സമയനിഷ്ഠയെ സംബന്ധിച്ചുള്ള ബോധ്യം ഡിജിറ്റൽ ലോകത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നന്നായി പകർന്നു കൊടുക്കുക എന്നതാണ് ജാസിമുൽ മുത്തവ്വ നൽകുന്ന ഒന്നാമത്തെ നിർദ്ദേശം. രണ്ടാമത് പറയുന്നത്, സ്ക്രീനിൽ തെളിയുന്നത് അതേപടി സ്വീകരിക്കാതെ വിമർശനാത്മകമായി കാര്യങ്ങളെ സമീപിക്കുവാൻ കുട്ടികളെ പരിശീലിപ്പിക്കുക എന്നുള്ളതാണ്. ആശയങ്ങളെയും ഉൽപ്പന്നങ്ങളെയും പ്രോത്സാഹിപ്പിക്കുന്ന സെലിബ്രിറ്റികളുടെ വാക്കുകൾ, സ്ക്രീനിൽ തെളിയുന്ന പരസ്യങ്ങൾ തുടങ്ങിയവയെ നെല്ലും പതിരും വേർതിരിച്ച് മനസ്സിലാക്കി കൊടുക്കാൻ, കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ രക്ഷിതാക്കൾക്ക് പ്രാഥമിക ഘട്ടത്തിൽ സാധ്യമാവണം. കുഞ്ഞുങ്ങൾ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് തുടങ്ങുന്ന ഘട്ടത്തിൽ നെല്ലും പതിരും വേർതിരിച്ചു മനസ്സിലാക്കി കൊടുക്കുവാൻ രക്ഷിതാക്കൾക്ക് സാധിക്കണം എന്നുള്ളതാണ്. ക്രമേണ കാര്യങ്ങളെ കുഞ്ഞുങ്ങൾ സ്വയം തന്നെ വേർതിരിച്ച് മനസ്സിലാക്കുന്ന ഒരു അവസ്ഥാവിശേഷം സംജാതമാവും. അതാണല്ലോ ഖുർആൻ പറഞ്ഞത്, ധർമ്മത്തെയും അധർമ്മത്തെയും അല്ലാഹു തോന്നിപ്പിച്ചു. മനുഷ്യന്റെ മനസ്സിൽ ഇന്നത് കാണാൻ പറ്റുന്നതാണ്, ഇന്നത് കേൾക്കാൻ പറ്റുന്നതാണ്, ഇന്നത് നോക്കാൻ പറ്റുന്നതാണ്, ഇന്നത് കാണാൻ പറ്റാത്തതും കേൾക്കാൻ പറ്റാത്തതും നോക്കാൻ പറ്റാത്തതുമാണ്. ആ ഒരു ബോധ്യം ക്രമേണ കുഞ്ഞുങ്ങൾ തന്നെ നേടണം. അതിനാവശ്യമായ പ്രാഥമികമായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ, നെല്ലും പതിരും വേർതിരിച്ച് മനസ്സിലാക്കാൻ ആവശ്യമായിട്ടുള്ള ഉപദേശങ്ങൾ രക്ഷിതാക്കൾ നൽകുക എന്നുള്ളതാണ്. فمن يعمل مثقال ذرة خيرا يره ومن يعمل مثقال ذرة شرا يره. ഇതൊക്കെ എല്ലായിടത്തും ബാധകമായ കാര്യമാണ്. ഡിജിറ്റൽ ലോകത്തും ബാധകമായ കാര്യമാണ്. ആരെങ്കിലും ഒരു അണുമണി തൂക്കം നന്മ ചെയ്താൽ അവനത് കാണാൻ സാധിക്കും. ആരെങ്കിലും ഒരു അണുമണി തൂക്കം തിന്മ ചെയ്താൽ അവനും അത് കാണാൻ സാധിക്കും. നന്മ തിന്മകളെ വിവേചിച്ചുകൊണ്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അങ്ങനെ നല്ലതിനെയും ചീത്തയെയും വേർതിരിച്ചറിഞ്ഞ് ഡിജിറ്റൽ ലോകത്തെ ഉൾക്കൊള്ളാൻ നമ്മുടെ മക്കളെ യോഗ്യരാക്കണം എന്നാണ് ജാസിമുൽ മുത്തവ്വ നൽകുന്ന രണ്ടാമത്തെ ഉപദേശം എന്ന് പറയുന്നത്. മൂന്നാമതായിട്ട് അദ്ദേഹം പറയുന്നത്, ഓഫ്ലൈനിൽ എന്ന് പറഞ്ഞാൽ ഓൺലൈൻ അല്ലാത്ത ഇടങ്ങളിൽ സാധാരണ നിലക്കുള്ള സംഭാഷണങ്ങളും അതുപോലെ തന്നെ ഫലപ്രദമായ ആശയവിനിമയങ്ങളും കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ്. എങ്ങനെയാണ് ആളുകളോട് സംസാരിക്കേണ്ടത്? ആളുകളോട് സംസാരിക്കാൻ, നേരിട്ട് സംസാരിക്കുവാൻ, നേരിട്ട് ആശയവിനിമയം നടത്തുവാൻ, വീട്ടിലൊരു അതിഥി വരുമ്പോ ആ അതിഥിയോട് നേരിട്ട് സംസാരിക്കുവാൻ, കൂട്ടുകാരോട് സംസാരിക്കുവാൻ എല്ലാം ഇങ്ങനെ പ്രേരിപ്പിക്കുക എന്നുള്ളതാണ്. അതായത് ഡിജിറ്റൽ ലോകത്ത് കാര്യമായിട്ട് ആളുകൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന വിരലുകൾ കൊണ്ടാണ്. അല്ലാത്ത സംസാരവുമുണ്ട്, അല്ലാത്ത രീതിയിലുള്ള ചാറ്റിങ്ങുമുണ്ട്. അതിനെ വിസ്മരിച്ചുകൊണ്ടല്ല പറയുന്നത്. പക്ഷെ കാര്യമായിട്ട് മനുഷ്യന്റെ ആശയവിനിമയം എന്ന് പറയുന്നത് വിരലുകൾ കൊണ്ടാണ്. അതുകൊണ്ട് വിരലുകൾ കൊണ്ട് ധാരാളം സംസാരിക്കുമ്പോൾ പലപ്പോഴും പല കുട്ടികളും, ചില കുട്ടികളെങ്കിലും എന്ന് പറയലാണ് ശരി, അന്തർമുഖരായി പോകുന്നുണ്ട്. അവർക്ക് ആളുകളോട് സംസാരിക്കുവാനുള്ള ധൈര്യമില്ല. ആളുകളോട് എങ്ങനെ സംസാരിച്ച് തുടങ്ങണം എന്നറിയുന്നില്ല. അങ്ങനെ സംസാരിച്ച് തുടങ്ങിയാൽ തന്നെ ആ സംസാരത്തിന് ഒരു സ്വാഭാവികതയില്ലാതായി പോവുകയാണ്. ആ സംസാരത്തിൽ ഒരു കൃത്രിമത്വം വന്നയാൾക്ക്, അതല്ലെങ്കിൽ ആരോടാണോ ഈ കുഞ്ഞ് സംസാരിക്കുന്നത് അവർക്ക് തോന്നുകയാണ്. അതെന്തുകൊണ്ട് തോന്നുന്നു എന്ന് ചോദിച്ചാൽ, സംസാരിച്ചും ആശയവിനിമയം നടത്തിയും സംഭാഷണങ്ങൾ നടത്തിയുമുള്ള പരിചയം കുട്ടികൾക്ക് കുറഞ്ഞു പോകുന്നു എന്നുള്ളതാണ്.
അതുകൊണ്ട് കുഞ്ഞുങ്ങളെ ധാരാളമായിട്ട് സംഭാഷണങ്ങൾ നടത്താനും ആളുകളോട് നല്ല നിലയിലുള്ള ആശയവിനിമയങ്ങൾ നടത്താനും പ്രോത്സാഹനം നൽകുക എന്നുള്ളതാണ്. ഏത് സമയവും ഡിജിറ്റൽ പ്രോഗ്രാമുകൾ വീക്ഷിക്കുകയും വിരലുകൾ കൊണ്ട് അമിതമായി സംസാരിക്കുകയും ചെയ്യുമ്പോൾ നേരിട്ടുള്ള സംസാരത്തിലൂടെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ലഭ്യമാവേണ്ടുന്ന ആശയവിനിമയ ശേഷിയും അതുപോലെ നല്ല രീതിയിൽ സംസാരിക്കാനുള്ള കഴിവുമൊക്കെ നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. അതുകൊണ്ട് ധാരാളമായി നാവുകൊണ്ട് സംസാരിക്കാനുള്ള ശേഷിയും കഴിവുകളും അതുണ്ടാക്കിയെടുക്കാൻ സംസാരങ്ങളെയും ആശയവിനിമയങ്ങളെയും പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ്. മനുഷ്യന്റെ സംസാരം നന്നാക്കുക എന്നുള്ളത് വളരെ പ്രധാനമായിട്ടുള്ളൊരു സംഗതിയാണ്. മൗനിയാവാനും പാടില്ല മനുഷ്യൻ. നല്ല സംസാരങ്ങൾ മനുഷ്യരിൽ ഉണ്ടാവണം. മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിരി ഫൽയഖുൽ ഖൈറ എന്നാണ്. അല്ലാഹുവിലും അന്ത്യദിനത്തിലും ആരെങ്കിലും വിശ്വസിക്കുന്നുവെങ്കിൽ നല്ലത് പറയട്ടെ, നല്ല സംസാരങ്ങൾ ഉണ്ടാവണം. അതിന് കഴിയില്ലെങ്കിലാ മിണ്ടാണ്ടിരിക്കാൻ പറഞ്ഞത്. നല്ല സംസാരങ്ങൾ ഉണ്ടാവണം. ലിസാനുൽ ഫത്താ നിസ്ഫുൻ വനിസ്ഫുൻ ഫുആദുഹു വലം യബ്ഖ ഇല്ലാ സൂറത്തുൽ വജ്ഹി വദ്ദമി. മനുഷ്യന്റെ നാവ് പകുതിയാണ്, അവന്റെ ഹൃദയവും പകുതിയാണ്. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അവന്റെ നാവും ഹൃദയവുമാണ് അവന്റെ വ്യക്തിത്വത്തിലെ ജ്വലിച്ചു നിൽക്കുന്ന രണ്ട് ഭാഗങ്ങൾ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞാൽ പിന്നീട് ഈ മുഖത്തിന്റെ രൂപവും രക്തവും മാത്രമാണ് എന്ന് പറയുന്നുണ്ട് കവി. മനുഷ്യന്റെ നാവ് പ്രധാനമാണ്. അവന്റെ സംസാരം അവന്റെ വ്യക്തിത്വത്തെ രൂപപ്പെടുത്തുന്ന പ്രധാനപ്പെട്ട ഘടകമാണ്. അതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ ഓൺലൈനിൽ ധാരാളമായിട്ട് ആശയവിനിമയം നടത്തുമ്പോഴും അവരുടെ വിരലുകൾ കൊണ്ട് അവർ അധികമായി സംസാരിക്കുമ്പോഴും അവർക്ക് ആളുകളോട് സംസാരിക്കാൻ കഴിയുന്നുണ്ട്, ആളുകളുടെ സംഭാഷണം നടത്താനുള്ള ശേഷി അവർ നിലനിർത്തുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുവാൻ രക്ഷിതാക്കൾക്ക് സാധിക്കണമെന്നാണ് ഈ പണ്ഡിതൻ പറയുന്ന മൂന്നാമത്തെ കാര്യം. നാലാമതായിട്ട് അദ്ദേഹം പറയുന്നത് ഡിജിറ്റൽ ജീവിതവും യഥാർത്ഥ ജീവിതവും സന്തുലിതമായി കൊണ്ടുപോകാൻ കുട്ടികളെ പരിശീലിപ്പിക്കുക എന്നുള്ളതാണ്. ഒരു ഡിജിറ്റൽ ലോകത്ത് മാത്രം ഒതുങ്ങിയുള്ള ജീവിതമായി നമ്മുടെ കുഞ്ഞുങ്ങളുടെ ജീവിതം മാറാൻ പാടില്ല. പുറം ലോകവുമായി ബന്ധപ്പെടാൻ അവരെ പ്രേരിപ്പിക്കണം. ഒരുപാട് സമയം സ്ക്രീനിന് മുന്നിൽ ചെലവഴിക്കാൻ സാഹചര്യമൊരുക്കാതെ, അതല്ലെങ്കിൽ മുഴു സമയവും സ്ക്രീനിന് മുന്നിൽ ചെലവഴിക്കാൻ സാഹചര്യമൊരുക്കാതെ ഓഫ്ലൈനിലുള്ള ധാരാളം കളികളും പരിശീലനങ്ങളും ശാരീരികമായിട്ടുള്ള വ്യായാമങ്ങളും ഒക്കെ ഉണ്ട്. അതൊക്കെ ധാരാളമായിട്ട് ചെയ്യാൻ നമ്മുടെ കുഞ്ഞുങ്ങളെ ശീലിപ്പിക്കണം, പരിശീലിപ്പിക്കണം. നല്ല ഹലാലായിട്ടുള്ള കളികൾ, ശാരീരികമായിട്ടുള്ള വ്യായാമങ്ങൾ അത് ചെയ്യണം. അതവർ ഒട്ടും ചെയ്യാതെ ഈ ഓൺലൈനിൽ തന്നെ ഈ മൊബൈൽ ഗെയിമുകളും അതല്ലെങ്കിൽ ടാബിൽ വ്യത്യസ്തമായിട്ടുള്ള ഗെയിമുകളും ലാപ്ടോപ്പിൽ ഗെയിമുകളും ഇതൊക്കെ മാത്രമായിട്ട് കഴിഞ്ഞുകൂടുന്ന അവസ്ഥയുണ്ടെങ്കിൽ അവിടെയൊക്കെ നിയന്ത്രണം ആവശ്യമാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ ഓൺലൈനിൽ അത്യാവശ്യം ചില വിനോദങ്ങളൊക്കെ, അത് വളരെ അത്യാവശ്യത്തിന് ചില കാര്യങ്ങളിലൊക്കെ ഏർപ്പെടുന്നതോടൊപ്പം അതും ഹലാലായ കാര്യങ്ങൾ മാത്രം ചെയ്യുന്നതോടൊപ്പം അനുവദനീയമായിട്ടുള്ള ശാരീരികമായിട്ടുള്ള വ്യായാമങ്ങളും കളികളും നമ്മുടെ കുഞ്ഞുങ്ങളിൽ നിന്നുണ്ടാവുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തണം. അതൊക്കെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. അതൊക്കെ ദീനിന്റെ ഭാഗം തന്നെയാണ്. അല്ലിമു ഔലാദകും റിമായത വസ്സിബാഹത വറുകൂബൽ ഖൈൽ. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നിങ്ങൾ അമ്പേർ പഠിപ്പിക്കണം. അന്നത്തെ കാലത്ത് പ്രവാചകൻ പറയുന്നത്. ഇന്ന് അമ്പേറിന് അത്ര പ്രാധാന്യമൊന്നുമില്ല. പ്രവാചകൻ പറഞ്ഞു, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നിങ്ങൾ അമ്പേർ പഠിപ്പിക്കണം, വസ്സിബാഹത നീന്തൽ പഠിപ്പിക്കണം, വറുകൂബൽ ഖൈൽ കുതിരസവാരി പഠിപ്പിക്കണം. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നിങ്ങൾ അമ്പേറും നീന്തലും കുതിരസവാരിയും പഠിപ്പിക്കണം. ഇതിൽ നീന്തൽ എന്നൊക്കെ പറയുന്നത് എന്നും പ്രസക്തമായ കാര്യമാണ്. അതോടൊപ്പം തന്നെ അനുവദനീയമായിട്ടുള്ള മറ്റ് ഓഫ്ലൈൻ വ്യായാമങ്ങളുമുണ്ട്. അത് നമ്മുടെ കുഞ്ഞുങ്ങൾ അത്തരം കാര്യങ്ങളിൽ ഏർപ്പെടുന്നുണ്ട് എന്നുറപ്പുവരുത്തുവാൻ രക്ഷിതാക്കൾക്ക് സാധ്യമാവണം എന്നുള്ളതാണ്. അഞ്ചാമതായിട്ട് അദ്ദേഹം പറയുന്നത് ഡിജിറ്റൽ ലോകത്തെ ചതിക്കുഴികളെ സംബന്ധിച്ച് നമ്മുടെ കുഞ്ഞുങ്ങളെ നല്ലതുപോലെ ബോധവാന്മാരാക്കണം എന്നുള്ളതാണ്. സുരക്ഷിതമായിട്ട് വളരെ സേഫായിട്ട് എങ്ങനെയാണ് ഇവയെ ഉപയോഗിക്കുക എന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾ അറിഞ്ഞിരിക്കണം. ഡിജിറ്റൽ മേഖലയിലെ ചൂഷക സംഘങ്ങൾക്ക് മുമ്പിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ ഇരയായി മാറാതിരിക്കണമെങ്കിൽ അതിലെ ചതിക്കുഴികൾ നന്നായിട്ട് അറിയണം. എത്രയോ കുഞ്ഞുങ്ങൾ ഈ ഓൺലൈൻ ഗെയിമുകളിലൊക്കെ പണം വെച്ചുള്ള ഗെയിമുകളിൽ ഏർപ്പെട്ടുകൊണ്ട് അവസാനം തിരിച്ചു വരാൻ സാധിക്കാതെ ആത്മഹത്യയിൽ അഭയം തേടിയവരായിട്ടുള്ള വാർത്തകൾ നമ്മൾ കേൾക്കുന്നു. ഈ ഓൺലൈൻ ഗെയിമുകൾ, പണം വെച്ചുകൊണ്ടുള്ള ഗെയിമുകൾ, അതിൽ മിക്കതും ചൂതാട്ടമാണ്.
ചൂതാട്ടം, ഇസ്ലാം വിലക്കിയ ചൂതാട്ടം, അത് പാടില്ലാത്തതാണ്. നമ്മുടെ കുഞ്ഞുങ്ങളെ ഉണർത്തണം. പണം വെച്ചുകൊണ്ടുള്ള കളി വേണ്ട. ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാമു റിജ്സും മിൻ അമലി ശൈത്വാൻ ഫജ്തനിബൂഹു ലഅല്ലകും തുഫ്ലിഹൂൻ. നിശ്ചയം ചൂതാട്ടവും പ്രശ്നം വെക്കലും, മദ്യപാനവും ചൂതാട്ടവും പ്രശ്നം വെക്കലും എല്ലാം തന്നെ, വിഗ്രഹങ്ങളും എല്ലാം പിശാചിന്റെ മാലിന്യങ്ങളിൽപ്പെട്ടതാണ്. അതുകൊണ്ട് നിങ്ങളത് ഒഴിവാക്കിയേ പറ്റൂ. നിങ്ങൾക്ക് പരലോകത്ത് വിജയിക്കണമെങ്കിൽ മദ്യപാനം പോലെ, വിഗ്രഹാരാധന പോലെ ചൂതാട്ടവും നിങ്ങൾ ഒഴിവാക്കിയേ പറ്റൂ എന്നാ ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. ചൂതാട്ടം നിഷിദ്ധമായ ചൂതാട്ടമാണത് പൊന്നുമോനെ, അതിലേർപ്പെടാൻ പാടില്ല, അകന്നു നിൽക്കണം. അത് നമുക്ക് അനുവദനീയമായ കാര്യമല്ല എന്ന് കുഞ്ഞുങ്ങളെ ഉണർത്താൻ. ആത്മഹത്യ പാടില്ല. വലാ തഖ്തുലൂ അൻഫുസകും ഇന്നല്ലാഹ കാന ബികും റഹീമാ. നിങ്ങൾ നിങ്ങളുടെ ശരീരങ്ങളെ സ്വയം കൊന്നുകളയാൻ പാടില്ല, ആത്മഹത്യ പാടില്ല. ഇതെല്ലാം നമ്മുടെ കുഞ്ഞുങ്ങളെ ഉണർത്താൻ സാധിക്കുക എന്നുള്ളതാണ്. ഡിജിറ്റൽ ലോകത്തെ ചതിക്കുഴികളെ സംബന്ധിച്ച് കുഞ്ഞുങ്ങളെ നല്ലതുപോലെ ബോധവാന്മാരാക്കുക എന്നതാണ് അഞ്ചാമതായി ജാസിമുൽ മുത്തവ്വ എന്ന് പറയുന്ന ഈ ഗ്രന്ഥകാരൻ നമുക്ക് നൽകുന്ന ഉപദേശം. സഹോദരങ്ങളെ, സഹോദരിമാരെ, അതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ ജീവിക്കുന്ന ഓൺലൈൻ ലോകത്തെ സംബന്ധിച്ച് നല്ലതുപോലെ നമ്മൾ ബോധവാന്മാരാകണം. ഈ 5 കാര്യങ്ങൾ പറയാൻ എളുപ്പമാണ്, പക്ഷേ അത് പ്രയോഗവൽക്കരിക്കുന്നിടത്ത്, അത് പ്രാവർത്തികമാക്കുന്നിടത്ത് പല രക്ഷിതാക്കളും പരാജയപ്പെടുന്നു എന്നുള്ളതാണ് ആധുനികമായ അനുഭവം. അവൻ എങ്ങനെയെങ്കിലും ഉപയോഗിക്കട്ടെ, ഞങ്ങൾക്ക് ഭാര്യക്കും ഭർത്താവിനും ഒന്ന് സ്വസ്ഥമായിട്ട് ഉറങ്ങാമല്ലോ, ഇരിക്കാമല്ലോ, കിടക്കാമല്ലോ എന്ന് ചിന്തിക്കുന്നവരായി രക്ഷിതാക്കൾ അധപ്പതിക്കാൻ പാടില്ല. അതാണ് അല്ലാഹു പറയുന്നത്, വഅലമു അന്നമാ അംവാലുകും വഔലാദുകും ഫിത്ന വഅന്നല്ലാഹ ഇൻദഹു അജ്റുൻ അലീം. നിങ്ങൾ അറിയണം, നിശ്ചയം നിങ്ങളുടെ സമ്പത്തും നിങ്ങളുടെ സന്താനങ്ങളും പരീക്ഷണമാണ്. നിശ്ചയം അല്ലാഹുവിന്റെ അടുക്കലാണ് ഉന്നതമായ പ്രതിഫലമുള്ളത്. പരീക്ഷണമാണ് ഈ സന്താനങ്ങൾ. നിങ്ങളുടെ സന്താനങ്ങളെ നിങ്ങൾ എങ്ങനെ പരിപാലിക്കുന്നു, എങ്ങനെ വളർത്തുന്നു എന്ന് പടച്ചതമ്പുരാൻ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു, പരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് കുഞ്ഞുങ്ങൾ നല്ല സംസ്കാരമുള്ളവരായി മാറുന്നുണ്ട് എന്നുള്ള ബോധ്യം ഉറപ്പുവരുത്തുവാൻ രക്ഷിതാക്കൾക്ക് സാധിക്കണം. മാ നഹല വാലിദുൻ വലദം മിൻ നഹലിൻ അഫ്ളല മിൻ അദബിൻ ഹസനിൻ. നല്ല ശിക്ഷണത്തെക്കാൾ, നല്ല സംസ്കാരത്തെക്കാൾ ഒരു രക്ഷിതാവും ഒരു മകനും വിലപ്പെട്ട ഒരു സമ്മാനവും കൊടുത്തിട്ടില്ലെന്ന് പ്രവാചകൻ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. സഹോദരങ്ങളെ, സ്മാർട്ട് ഫോണുകളും അതുപോലെ തന്നെ മറ്റ് ഗാഡ്ജറ്റുകളും പൂർണ്ണമായി വിലക്കാൻ നമുക്ക് ഈ പുതിയ കാലത്ത് സാധിക്കില്ല. പക്ഷേ എല്ലാറ്റിനും നിയന്ത്രിതമായ ഒരു സമയം വേണം. അതോടൊപ്പം തന്നെ നമ്മുടെ മക്കൾ കൂടുതലായി കാണുന്ന യൂട്യൂബ് ചാനലുകൾ, അവരെ ഫോളോ ചെയ്യുന്ന സെലിബ്രിറ്റികൾ ആരെല്ലാമാണ്, എന്തെല്ലാമാണ് എന്നിത്യാദി കാര്യങ്ങളെ സംബന്ധിച്ചും രക്ഷിതാക്കൾ അറിയണം. കാണാൻ പാടില്ലാത്തതും കേൾക്കാൻ പാടില്ലാത്തതുമാണ് അവർ കണ്ടും കേട്ടും കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ വിലക്കാനും രക്ഷിതാക്കൾക്ക് ബാധ്യതയുണ്ട്. പക്ഷേ മക്കളെ ശത്രുപക്ഷത്ത് നിർത്തിക്കൊണ്ടല്ല, മക്കളോട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സൗഹൃദപൂർണമായി ഇടപെട്ടുകൊണ്ട് നല്ല ഉപദേശങ്ങളിലൂടെ യുക്തിദീക്ഷയോടെ നയപരമായി അവരെ തിരുത്തുവാൻ രക്ഷിതാക്കൾക്ക് സാധിക്കണമെന്നാണ് ഖുർആൻ പറയുന്നത്. ഉദഉ ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മതി വൽ മൗഇലത്തിൽ ഹസന വജാദിൽഹും ബില്ലതി ഹിയ അഹ്സൻ. നിന്റെ രക്ഷിതാവിന്റെ നന്മയുടെ വഴിയിലേക്ക് നീ ക്ഷണിക്കണം. ബിൽ ഹിക്മതി വൽ മൗഇലത്തിൽ ഹസന, തത്വദീക്ഷയോടുകൂടി നല്ല ഉപദേശങ്ങൾ നൽകിക്കൊണ്ട്, വജാദിൽഹും ബില്ലതി ഹിയ അഹ്സൻ, ഏറ്റവും നല്ലതിനെ പകരം നൽകിക്കൊണ്ട് അവരോട് സംവദിക്കണമെന്നാണ് ഖുർആൻ പറയുന്നത്. അല്ലാഹു പറയുന്നത് തത്വദീക്ഷയോട് നല്ല ഉപദേശങ്ങൾ നൽകിക്കൊണ്ട്, ഏറ്റവും നല്ലതിനെ പകരം നൽകിക്കൊണ്ട് അവരോട് ഉപദേശിക്കുക എന്നാണ് വിശുദ്ധ ഖുർആൻ നമ്മോട് പറയുന്ന. സഹോദരങ്ങളെ, ഓൺലൈനിൽ ധാരാളം ചതിക്കുഴികളുണ്ട്. ആ ചതിക്കുഴികളിലും ആ നിഷിദ്ധങ്ങളിലും നമ്മുടെ മക്കൾ പെട്ടുപോകാതിരിക്കാനുള്ള ജാഗ്രത രക്ഷിതാക്കൾക്ക് വേണം. നമ്മുടെ പുതുതലമുറയെ സംബന്ധിച്ച് പറയുമ്പോൾ, അതല്ലെങ്കിൽ ഈ കാലഘട്ടത്തെ സംബന്ധിച്ച് പറയുമ്പോൾ, ഓൺലൈനിൽ മാത്രമല്ല ഓഫ്ലൈനിലും ധാരാളം ഫിത്നകൾ, കുഴപ്പങ്ങളുണ്ട്. അതും നാം കാണാതിരുന്നുകൂടാ, അതും നമ്മൾ അറിയണം. നമ്മുടെ സമൂഹത്തിൽ നിന്ന് വ്യാപകമായി കൊണ്ടിരിക്കുന്ന ലഹരി, അതുപോലെ തന്നെ ഇപ്പറയുന്ന ലിബറൽ കാഴ്ചപ്പാടുകൾ, ലിബറൽ ആഭിമുഖ്യം, സമൂഹം
കൈവരിക്കുന്ന ലിബറൽ ആഭിമുഖ്യം ഇതെല്ലാം വലിയ കുഴപ്പങ്ങളിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ലഹരിയോടും ലിബറലിസത്തോടുമുള്ള ആ ഒരു അടുപ്പം നമ്മുടെ പുതിയ ചെറുപ്പക്കാരിൽ രൂപപ്പെട്ടു വന്നുകൊണ്ടിരിക്കുന്ന, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, ഇതിനെ സംബന്ധിച്ചും കൃത്യമായിട്ട് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അവിടെയാണ് ട്യൂമർ രോഗിയായ ആ മാതാവിനെ വെട്ടിക്കൊന്ന ചെറുപ്പക്കാരനടക്കം അവരെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോ ഡി അഡിക്ഷൻ സെന്ററിൽ നിന്ന് വന്നുകൊണ്ടാണ് ആ ചെറുപ്പക്കാരൻ ആ ക്രൂര കൃത്യം നിർവഹിച്ചത്. ഡി അഡിക്ഷൻ സെന്ററിൽ നിന്ന് വന്നുകൊണ്ടാണ് ആ ചെറുപ്പക്കാരൻ ചെയ്തെന്ന് പറയുമ്പോ മയക്കുമരുന്നിന് അടിമയായിരുന്നു ആ ചെറുപ്പക്കാരൻ, ലഹരിക്കടിമയായിരുന്നു ആ ചെറുപ്പക്കാരൻ. എത്രമാത്രം ഭീകരമാണ് ലഹരിയുടെ അന്തരീക്ഷം നമ്മുടെ നാട്ടിൽ. നമ്മുടെ നാടിനെ എത്രമാത്രം ഈ ലഹരി മലീമസമാക്കുന്നു എന്ന് നമ്മൾ സമൂഹത്തിലേക്ക്, വിദ്യാർത്ഥികളിലേക്ക്, യുവജനങ്ങളിലേക്കൊക്കെ ഇറങ്ങുമ്പോഴാണ് അതിന്റെ ആഴവും അതിന്റെ ഭീകരതയും നമുക്ക് ബോധ്യമാവുക. സഹോദരങ്ങളെ, ലഹരിക്കെതിരെ ചില യുവജന സംഘടനകളൊക്കെ ക്യാമ്പയിനുകൾ നടത്തി. പക്ഷേ എന്തെങ്കിലും ഗുണമുണ്ടായോ? ഉണ്ടായില്ല. കാരണം ഒരു വശത്ത് ലഹരിക്കെതിരെ ക്യാമ്പയിനുകൾ നടത്തുകയും മറുവശത്ത് എന്റെ ശരീരം എന്റേതാണ്, അതെങ്ങനെയാണ് വിനിയോഗിക്കേണ്ടതെന്ന് ഞാനാണ് തീരുമാനിക്കുക എന്ന രീതിയിലുള്ള ലിബറൽ കാഴ്ചപ്പാടുകളെ അവർ തന്നെ പ്രചരിപ്പിക്കുകയാണ്. എന്റെ ശരീരം എന്റേതാണ്, അതെങ്ങനെയാണെന്ന് ഞാനാ തീരുമാനിക്കുക എന്ന കാഴ്ചപ്പാടിലൂടെയാണ് ഒരു ചെറുപ്പക്കാരൻ ജീവിക്കുന്ന, ഒരു ചെറുപ്പക്കാരൻ ജീവിക്കുന്നത് എങ്കിൽ അയാളെ പിന്നെ എങ്ങനെയാ രക്ഷപ്പെടുത്താൻ സാധിക്കുക? അവനെ നിയന്ത്രിക്കുവാൻ ഒരു നിയമത്തിനും സാധ്യമല്ല എന്ന രീതിയിലാണ് അവന്റെ ഈ സംസാരം കൊണ്ടുപോവുക. എന്റെ ശരീരത്തിന്റെ സുഖം, അതാണ് പ്രധാനം. എനിക്കതിൽ സുഖമാണ് കിട്ടുന്നതെങ്കിൽ അതെനിക്ക് നന്മയാണ്. ഇതാണ് ലിബറലിസത്തിന്റെ തലതിരിഞ്ഞ അരാജക കാഴ്ചപ്പാടെന്ന് പറയുന്നത്. അതിൽ അരാജക കുടുംബങ്ങൾ മാത്രമല്ല ഉണ്ടാവുന്നത്, അതിന്റെ തിക്തഫലം കൂടിയാണ് ഇന്ന് സമൂഹത്തിൽ വ്യാപകമായി കൊണ്ടിരിക്കുന്ന, പിടിച്ചുകെട്ടാൻ സാധിക്കാത്ത രീതിയിലുള്ള ലഹരിയുടെ വ്യാപനം എന്ന് പറയുന്നത്. സഹോദരങ്ങളെ, അതുകൊണ്ട് ലഹരിയടക്കമുള്ള സാമൂഹിക തിന്മകളിൽ നിന്ന് മനുഷ്യനെ രക്ഷപ്പെടുത്തണമെങ്കിൽ അവന്റെ കാഴ്ചപ്പാട് മാറണം. എന്റെ ശരീരം എന്റേതെന്ന് ഞാൻ പൊതുവായിട്ട് പറയാറുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ എന്റെ ശരീരം എന്റേതാണോ? എന്റെ ശരീരം എന്റേതായിരുന്നുവെങ്കിൽ എന്റെ ഈ താടിരോമങ്ങൾ നരച്ചു പോകുമായിരുന്നോ? കാരണം അതെന്നും കറുത്തിരിക്കണമെന്നാണ്, എന്നെന്നും എനിക്ക് നിത്യ യൗവനം ഉണ്ടാവണമെന്നാണ് ഞാനടക്കം ഓരോരുത്തരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്റെ ശരീരം എന്റേതായിരുന്നുവെങ്കിൽ എനിക്ക് രോഗം ബാധിക്കുമോ? ആരോഗ്യ ദൃഢഗാത്രനായിട്ട് എന്നെന്നും നിലനിൽക്കണമെന്നല്ലേ ഞാൻ ആഗ്രഹിക്കുന്നത്? ഓരോരുത്തരും അങ്ങനെയല്ല ആഗ്രഹിക്കുന്നത്. എന്റെ ശരീരം എന്റേതായിരുന്നുവെങ്കിൽ എനിക്കൊരു ഘട്ടത്തിൽ മരണം സംഭവിക്കുമോ? എന്നെന്നും ശാശ്വതമായിട്ട് ഇവിടെ ജീവിക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെ ജീവിക്കണം എന്നല്ലേ ഓരോരുത്തരും ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നത്. മനുഷ്യന്റെ ആഗ്രഹമല്ല ഭൂമിയിൽ നടപ്പിലാവുന്നത്, അവന്റെ ശരീരത്തിൽ പോലും നടപ്പിലാവുന്നത്. അവന്റെ ഇഷ്ടമില്ലെങ്കിലും അവന് രോഗം വരുന്നു, അവന് ഇഷ്ടമില്ലെങ്കിലും അവന് അസുഖം വരുന്നു, അവന് മരണം വരുന്നു, എല്ലാം സംഭവിക്കുന്നു. കാരണം ഈ ശരീരം യഥാർത്ഥത്തിൽ ഇതിന്റെ ആത്യന്തികമായിട്ടുള്ള ഉടമസ്ഥത എനിക്കല്ല, പടച്ചറബിനാണ്. അങ്ങനെ പടച്ചറബിനാണ് ഈ ശരീരത്തിന്റെ ഉടമസ്ഥതയെങ്കിൽ ഈ ശരീരം എങ്ങനെ ഉപയോഗിക്കണം, എങ്ങനെ വിനിയോഗിക്കണം എന്ന് പറയേണ്ടതും പടച്ചതമ്പുരാൻ തന്നെയാണ്. അവിടെയാണ് അല്ലാഹു പറഞ്ഞത്, അലാ ലഹുൽ ഖൽഖു വൽ അംർ. അവനാണ് സൃഷ്ടിച്ചത്. ആരാണോ സൃഷ്ടിച്ചത് അവന് തന്നെയാണ് ശാസനാധികാരവും ഉള്ളത്. ഈ ലോകത്തെ ഏതൊരു ഉൽപ്പന്നം എടുത്ത് പരിശോധിച്ചാലും അത് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ആ ഉൽപ്പന്നം ആരാണോ ഉണ്ടാക്കിയിട്ടുള്ളത് അവര് തന്നെയാണ് ആ ഉൽപ്പന്നം എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്ന് പറഞ്ഞു തരുന്നതും. നമ്മുടെ കയ്യിലുള്ള മൊബൈൽ ഫോണാണെങ്കിലും ഈ മൈക്കാണെങ്കിലും അതല്ലെങ്കിൽ ലാപ്ടോപ്പ് ആണെങ്കിലും എല്ലാം എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നാരാ പറഞ്ഞു തരാ? അതാരാണോ നിർമ്മിച്ചത് അതിന്റെ നിർമ്മാതാവാണ് പറഞ്ഞു തരാ. അള്ളാഹുവാണ് ഈ ശരീരത്തിന്റെ നിർമ്മാതാവെങ്കിൽ ഈ ശരീരം എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്ന് പറഞ്ഞു തരാനുള്ള അധികാരവും പടച്ചവനാണ്. അതാണ് യുക്തി. അതാണ് യുക്തി എന്ന് പറയുന്നത്. സഹോദരങ്ങളെ, ആ യുക്തിയാണ് ലിബറലിസം തള്ളിക്കളയുന്നത്. അങ്ങനെ തള്ളിക്കളയുമ്പോൾ അവർക്ക് ലഹരിക്കെതിരെ ക്യാമ്പയിൻ നടത്താൻ സാധിക്കും. പക്ഷേ ആ ക്യാമ്പയിൻ ഒരു ഫലവും ഉണ്ടാക്കില്ല. കാരണം ലഹരി ആളുകൾ ഉപയോഗിക്കുന്നത് തന്നെ ആ ലഹരി വസ്തുവിന്റെ, ആ മദ്യത്തിന്റെ പുറകെ, അതല്ലെങ്കിൽ ആ മദ്യത്തിന്റെ പരസ്യം കാണിക്കുമ്പോൾ പോലും അത് ആരോഗ്യത്തിന് ഹാനികരമാണ്. ആ പുകവലിക്കാനുള്ള ബീഡിയുടെ, സിഗരറ്റിന്റെ പുറത്തും അത് ആരോഗ്യത്തിന് ഹാനികരമാണ് എന്നറിയിച്ചുകൊണ്ടാണ്, ഹാനികരമാണ് എന്നറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ മനുഷ്യനിത് ഉപയോഗിച്ചത്.
കാരണം അവന്റെ വാദം അത് ഞാനല്ല തീരുമാനിക്കേണ്ടത് എന്നുള്ളതാണ്. എന്റെ ശരീരത്തിന് സുഖമായി തോന്നുമെങ്കിൽ, അതിലൂടെ ഒരു ആനന്ദം കിട്ടുന്നുവെങ്കിൽ അത് ശരിയാണ്. എന്നിടത്തേക്ക് മനുഷ്യനെ കൊണ്ടുപോകുന്ന അരാജക കാഴ്ചപ്പാടുകൾ, ഈ അരാജക കാഴ്ചപ്പാടുകൾക്ക് നമ്മുടെ ചെറുപ്പക്കാരെ വിമോചിപ്പിക്കാൻ സാധിക്കില്ല. ഇവിടെയാണ് ദൈവിക ദർശനം മുന്നോട്ട് വെക്കുന്ന വിശ്വാസം. പടച്ചതമ്പുരാൻ, ആ പടച്ചതമ്പുരാനാണ് ശരീരത്തിന്റെ ഉടമസ്ഥൻ. ആ റബ്ബ് പറയുന്നു, നീ അത് ഉപയോഗിക്കാൻ പാടില്ല. അൽ ഖംറു ഉമ്മുൽ ഖബായിസ്, ലഹരി എന്ന് പറയുന്ന തിന്മകളുടെ താക്കോലാണ്, തിന്മകളുടെ മാതാവാണ്. കുല്ലു മുസ്കിരിൻ ഹറാം, ലഹരി ഉണ്ടാക്കുന്ന എല്ലാ വസ്തുക്കളും നിഷിദ്ധമാണ്. ഖലീലുഹു ഔ കസീറുഹു ഹറാം, അത് കുറച്ചാണെങ്കിലും അത് കൂടുതലാണെങ്കിലും നിഷിദ്ധമാണ്, അത് ഉപയോഗിക്കാൻ പാടില്ല. സഹോദരങ്ങളെ, നമ്മൾ കാണുന്നില്ലേ, നമ്മുടെ നാട്ടിൽ മദ്യവർജനമാണ് തങ്ങളുടെ നയമെന്ന് പറഞ്ഞ് അധികാരത്തിലേറിയ ആളുകൾ തന്നെ ഇന്ന് ഏറ്റവും അധികം മദ്യം വ്യാപിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തിനേറെ, ഭൂഗർഭജലം ഊറ്റിയെടുത്ത് മദ്യവ്യവസായം ശക്തിപ്പെടുത്തുന്ന കരാറുകളിലാണിപ്പോൾ ഭരണകൂടം പുതുതായിട്ട് ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഏത് നാട്ടിൽ മയക്കുമരുന്നിന് അടിമയായ ചെറുപ്പക്കാരൻ വന്നുകൊണ്ട് തൻ്റെ മാതാവിനെ, തൻ്റെ പെറ്റമ്മയെ, തൻ്റെ പോറ്റമ്മയെ, ആ അമ്മ തന്നെ പ്രസവിച്ചു എന്നതാണ് കുറ്റമായിട്ട് ആ ചെറുപ്പക്കാരൻ പറയുന്നത്. 17 വെട്ടുവെട്ടി കൊലപ്പെടുത്തിയ ഈ നാട്ടിലാണ് മദ്യം ഈ അർത്ഥത്തിൽ സർവനാശമായ മദ്യം വ്യാപിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഗവൺമെന്റിന്റെ വരുമാനം മാത്രം പറഞ്ഞുകൊണ്ടാണ് ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ സമൂഹം നശിച്ചുകൊണ്ടിരിക്കുന്നു. ഉമ്മപെങ്ങന്മാരുടെ സ്വസ്ഥതയും സമാധാനവും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. നാല് കാലിൽ ആ മനുഷ്യൻ വീട്ടിലേക്ക് കയറി വരുമ്പോ ആ മനുഷ്യൻ അറിയുന്നില്ല ആ വീട്ടിലുള്ള തന്റെ മക്കളാണെന്ന്, സഹോദരിയാണെന്ന്, ഉമ്മയാണെന്ന്, പെങ്ങളാണെന്ന് തിരിച്ചറിയുന്നില്ല. എന്തുകൊണ്ട്? ആ ധാർമ്മിക ചിന്ത നമ്മുടെ ഭരണകൂടങ്ങൾക്കുണ്ടാവുന്നില്ല എന്നുള്ളതാണ് എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ടത്. പക്ഷേ ഇവർക്കൊന്നും ഈ സമൂഹത്തെ രക്ഷപ്പെടുത്താൻ സാധിക്കില്ല എന്ന് നമ്മൾ അറിയണം. അതുകൊണ്ട് വിശ്വാസത്തെ പരമപ്രധാനമായി എടുത്തുകൊണ്ട് കിതാബും സുന്നത്തും നല്ലതുപോലെ നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുക, ഖുർആനും ഹദീസും പഠിപ്പിക്കുക. അത് പഠിപ്പിച്ചാൽ അതിലൂടെ കിട്ടുന്ന രക്ഷ അത് മാത്രമേ നമ്മുടെ മക്കൾക്കുള്ളൂ എന്ന് തിരിച്ചറിയുക. ഖുർആൻ പഠിപ്പിക്കുക. നാളെ ഖുർആൻ പഠിപ്പിച്ചു കഴിഞ്ഞാൽ മക്കളെ, ഖുർആൻ പഠിപ്പിച്ച മാതാപിതാക്കളെ ആദരവിന്റെ കിരീടവും ആദരവിന്റെ വസ്ത്രവും അല്ലാഹു ധരിപ്പിക്കുമെന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ആദരവിന്റെ കിരീടവും ആദരവിന്റെ വസ്ത്രവും മാതാപിതാക്കൾ ധരിപ്പിക്കപ്പെടുമ്പോ അവർ ചോദിക്കും, പടച്ചവനെ, എന്തിനാണ് ഈ ആദരവിന്റെ കിരീടവും ആദരവിന്റെ വസ്ത്രവും ഞങ്ങളെ ധരിപ്പിച്ചത്? ബിഅഖദി വലദികുമൽ ഖുർആൻ, നിങ്ങളുടെ മക്കളെ നിങ്ങൾ ഖുർആൻ പഠിപ്പിച്ചതിന് വേണ്ടി. നിങ്ങളുടെ മക്കളെ ഖുർആനും ഹദീസും പഠിപ്പിച്ചുകൊണ്ട് നല്ല ജീവിതം നയിക്കുവാൻ നിങ്ങൾ അവരെ പ്രാപ്തരാക്കി. ഖൈറകും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമ, നിങ്ങളിൽ ഏറ്റവും ഉത്തമരായ ആളുകൾ ഖുർആൻ പഠിക്കുകയും ഖുർആൻ പഠിപ്പിക്കുകയും ചെയ്യുന്ന ആളുകളാണ്. അതുകൊണ്ട് ഖുർആൻ പഠിപ്പിക്കുക, ഹദീസ് പഠിപ്പിക്കുക, ഇസ്ലാമിക ചരിത്രം പഠിപ്പിക്കുക, ദീൻ പഠിപ്പിക്കുക. അതിലൂടെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ സംസ്കാരം നന്നാക്കുക. ഇമാം ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, ഇന്നമാ ജഅല ഫസാദുകും, കുഞ്ഞുങ്ങൾ നശിച്ചു പോകുന്നത് എങ്ങനെയാണ്, കുഞ്ഞുങ്ങൾ ദുസ്വഭാവത്തിനും ലഹരിക്കുമൊക്കെ അടിമപ്പെട്ടു പോകുന്നത് എങ്ങനെയാണെന്ന് ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, ബിഹിമാലിയാബായിഹിം, അവരുടെ രക്ഷിതാക്കളുടെ അവഗണന കൊണ്ടാണ്. വതർക്കിഹിം തഅലീമദ്ദീനി വഫറാഇലഹു വസുനനഹു, ദീനിന്റെ കാര്യങ്ങൾ അവരെ പഠിപ്പിക്കുന്നില്ല. ദീനിൽ നിർബന്ധമായ കാര്യങ്ങളും ഐച്ഛികമായ കാര്യങ്ങളും വിലക്കപ്പെട്ട കാര്യങ്ങളും എന്തൊക്കെയാണെന്ന് മക്കളെ രക്ഷിതാക്കൾ പഠിപ്പിക്കുന്നില്ല. അങ്ങനെ കുഞ്ഞുങ്ങൾ ദീൻ പഠിക്കാത്തത് കൊണ്ടാണ് അവർ തകർന്നു പോകുന്നത്, നശിച്ചു പോകുന്നത്. അതിന്റെ കാരണക്കാർ രക്ഷിതാക്കൾ തന്നെയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മുടെ കുഞ്ഞുങ്ങളെ കഴിവിന്റെ പരമാവധി നന്നായിട്ട് അള്ളാഹുവിന്റെ ദീൻ എന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കുവാൻ ശ്രമിക്കുക. അള്ളാഹുവിന്റെ ദീനിൽ അവർ ഉറച്ചു നിൽക്കുമ്പോൾ ലഹരിയടക്കമുള്ള ഈ സാമൂഹിക തിന്മകളിൽ നിന്ന് രക്ഷപ്പെടാനും അതുപോലെ തന്നെ ഓൺലൈൻ ഡിജിറ്റൽ സംവിധാനങ്ങളെ ക്രിയാത്മകമായി ഫലപ്രദമായി നശിച്ചു പോകാതെ, കേടുവന്നു പോകാതെ ഉപയോഗിക്കാനും പ്രയോജനപ്പെടുത്താനും നല്ല ധാർമ്മികമായ ജീവിതം നയിക്കുവാനും അവർക്ക് സാധിക്കും എന്നുള്ളതാണ് ജഗന്നിയന്താവായ നാഥൻ നമ്മുടെ യുവാക്കൾക്ക് നല്ല ധാർമ്മികതയും തഖ്വയും ഈമാനും നമുക്കും നമ്മുടെ മക്കൾക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. യഖൂലു ഖൗലി ഹാദാ വ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ.